സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലാണോ ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ പോക്ക്? അല്ല, ഇനി സ്വർണം തന്നെ ഉപയോഗിക്കരുതെന്നാണ് മനസ്സിൽ. ഇത്ര റേറ്റാണെങ്കിൽ ഒരു മാതിരി പെണ്ണുങ്ങളെ കെട്ടിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. എൻ്റെ കല്യാണ സമയത്ത് 3200. സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലാണോ ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ പോക്ക്? അവരെ ബേസ് ചെയ്താണല്ലോ ഇതെല്ലാം ബിസിനസ് എല്ലാം പോണത്, സാധാരണക്കാരെയൊക്കെ ബേസ് ചെയ്താണല്ലോ. അപ്പം നമുക്ക് ഒരു സ്വർണത്തിൻ്റെ വില 1 ലക്ഷത്തിലേക്ക് അടുക്കണതാണ്. അപ്പോൾ ആ രീതിയിലാണെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത വില തന്നെയാണത് സാധാരണക്കാർക്ക്. പക്ഷേ അതൊരു നിക്ഷേപവും കൂടെയാണ്, അതും പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിപ്പം ഉണ്ടെങ്കിലല്ലേ നിക്ഷേപിക്കാനും പറ്റുള്ളൂ. നമ്മളെന്ത് ചെയ്യാനാ? സ്വർണ്ണവില കൂടുന്നതനുസരിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അതിനെ കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വാങ്ങാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അളവിൽ വാങ്ങിക്കണമെന്ന് വിചാരിച്ചത് കുറച്ചുകൂടെ കുറയ്ക്കും. അല്ലാതെ ഇതെല്ലാം ഒരു സ്ഥിരം നടക്കുന്ന ഫിനോമിനാണെന്ന് നമുക്ക്. ഇനി ഒരു പവന് 1 ലക്ഷം രൂപ വരെ എത്തിയേക്കാം. അപ്പോഴും സ്വർണം വാങ്ങാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വേണ്ടി വരുന്നു. ആവശ്യമാണെങ്കിൽ എത്ര വില കൊടുത്തും സ്വർണം വാങ്ങാൻ തയ്യാറാണ്. കുറച്ചേ വാങ്ങുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വില കൂടുന്നത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നതൊക്കെ വേണ്ടാന്ന് വെക്കുന്നു. അല്ല, ഇനി സ്വർണം തന്നെ ഉപയോഗിക്കരുതെന്നാണ് മനസ്സിൽ. ആണല്ലോ ഒരു പവന് 75,000 രൂപ. പണ്ടത്തെ പോലെ അല്ലല്ലോ. പണിക്കൂലി ഉൾപ്പെടെ 70,000. അമ്മയൊക്കെ പണ്ട് സ്വർണം വാങ്ങിയിരുന്ന സമയത്ത് നല്ല വില കുറവായിരുന്നില്ലേ? വില കുറവായിരുന്നു. ഞങ്ങൾ 3500-നൊക്കെ മേടിച്ചിട്ടുണ്ട്. ഒരു പവന് എത്രയായിരുന്നു അമ്മയുടെ കല്യാണ സമയത്ത്? എൻ്റെ കല്യാണ സമയത്ത് 3200. ഒരു പവൻ സ്വർണത്തിന്. അപ്പം അതിൻ്റെ എത്ര ഇരട്ടിയാണ്? എത്ര മടങ്ങ് ഇരട്ടിയാ? അപ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പം വിവാഹ സീസൺ വരെയാണ്. വിവാഹാവശ്യത്തിന് ഇപ്പം കൊച്ചുമക്കളുടെ കല്യാണത്തിൻ്റെ കാര്യത്തിൽ അവനൊരു ടെൻഷൻ. സ്വർണത്തിൻ്റെ വില അത്ര കൂടിയിരിക്കുക. സ്വർണം വാങ്ങാൻ താല്പര്യം ഇപ്പോൾ എന്തായാലും ഇല്ല. കാരണം ഇപ്പോൾ ഞങ്ങളൊരു 3-4 കോയിൻ ഉണ്ടായിരുന്നു, 4-5 കോയിൻസ് ഉണ്ടായിരുന്നു. അത് കൊടുക്കാൻ വേണ്ടി വന്നാൽ അത് ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചായിരുന്നു നേരത്തെ. ഇപ്പോൾ നല്ല റേറ്റ് ഉള്ളപ്പോൾ കൊടുത്ത് പൈസ കാര്യങ്ങളാണ് ഇപ്പോൾ തൽക്കാലം. വാങ്ങേണ്ട ആവശ്യമില്ല. അത് തന്നെ. സ്വർണ്ണവില ഇനിയും കൂടുമെന്നാണോ കുറയുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? സ്വർണ്ണവില കൂടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. സ്വർണം ഒരു ആഭരണമായിട്ടാണോ ഒരു അസറ്റായിട്ടാണോ കൂടുതൽ കാണുന്നത്? അസറ്റായിട്ടാണ്. ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ, കൂടിയാലും കുഴപ്പമില്ല, നല്ല കാര്യമാണ്. എത്ര കൂടിയാലും വാങ്ങാൻ തയ്യാറാണ്? എത്ര കൂടിയാലും വാങ്ങാം. കാരണം കൂടിക്കൊണ്ടിരിക്കുള്ളൂ, കുറയില്ല എന്നൊരു ധാരണ നമുക്ക് ഉണ്ടല്ലോ. കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് വാങ്ങിക്കാം. ഒരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട് വാങ്ങിക്കുന്നതല്ല, എന്തൊരു അസറ്റായിട്ട് വാങ്ങിക്കുന്നത്. ഇപ്പോൾ വിൽക്കാൻ നല്ല സമയം എന്നാണ് പറയുന്നത്. നല്ല റേറ്റാണ്, ടോപ്പ് റേറ്റാണ് ഇപ്പം. നഷ്ടമില്ലാണ്ട് ലാഭത്തിൽ പൈസ കിട്ടും. നല്ല ലാഭത്തിൽ കിട്ടും. ഇപ്പം ഒരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട് നമുക്ക് സ്വർണം എടുക്കാമല്ലോ. അതുകൊണ്ട് എത്ര കൂടിയാലും ഇപ്പം സാധാരണക്കാരെ നോക്കുവാണെങ്കിലും അവർ ഇപ്പം ഒരാവശ്യം വന്നാൽ പോലും ഫംഗ്ഷൻ വന്നാൽ പോലും അവർ സ്വർണം വാങ്ങിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നീടായാലും നമുക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാമല്ലോ. അതുകൊണ്ട് എന്തായാലും വാങ്ങിക്കും. അപ്പോൾ ഒരു ചെറുപ്പക്കാരി എന്നുള്ള നിലയിൽ ഇത്രയും വില സ്വർണം കൂടിയാലും അത് ഉപയോഗിക്കാൻ തയ്യാറാണോ? ഉപയോഗിക്കാൻ തയ്യാറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഫ്യൂച്ചറിൽ നമുക്ക് അസറ്റായിട്ട് നമുക്ക് എടുക്കാം. നമുക്കൊരാവശ്യം വരുമ്പോൾ എമർജൻസി സിറ്റുവേഷൻ എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്കത് വാങ്ങിച്ചു വെക്കാമല്ലോ. എന്തായാലും അത് യൂസ്ഫുള്ളായിരിക്കും. ഇപ്പം വിവാഹ സീസണാണ് വരുന്നത്. വിവാഹ ആവശ്യത്തിന് ഒരുപാട് പേര് സ്വർണം വാങ്ങാൻ കഷ്ടപ്പെടുമല്ലോ ഇത്രയും റേറ്റ് ആണെങ്കിൽ. ഇത്ര റേറ്റ് ആണെങ്കിൽ ഒരു മാതിരി പെണ്ണുങ്ങളെ കെട്ടിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഭയങ്കര കഷ്ടമായിരിക്കും, നല്ല വിലയാണുള്ളത്. ഇനി 1 ലക്ഷത്തിലേക്ക് വരെ ഒരു പവൻ സ്വർണത്തിന് കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് എല്ലാവരും. 1 ലക്ഷം വരെ ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ വിഷു നമ്മൾക്ക് 1 ലക്ഷത്തിനാവാൻ ചാൻസ് ഉണ്ട്. പെൺമക്കളുള്ള കാരണന്മാർക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇതുമാതിരി വില കൂടുന്നത്. ഒന്നും കൊടുക്കാതെ വിടാൻ പറ്റിയല്ലോ. ഇതൊരു വാങ്ങിച്ചാൽ അതൊരു അസറ്റാണല്ലോ. നമ്മൾ വാങ്ങിച്ചതിന് ശേഷം വില കുറയാൻ പാടില്ല, വില കൂടിക്കൊണ്ടിരിക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. ഇല്ലെങ്കിൽ നഷ്ടമായി. അപ്പോൾ ഈ വിവാഹ ആവശ്യത്തിനുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ? പക്ഷേ എന്നാലും നമ്മുടെ അസറ്റല്ലേ, ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അത് പിന്നെ വില കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ കയ്യിലിരിക്കുന്ന അസറ്റ് ഒരു ഡെപ്പോസിറ്റ്സിനേക്കാൾ നല്ല ലാഭമായിട്ടുള്ള കാര്യം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ മതപരമായിട്ടും അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. മറ്റേതാകുമ്പോൾ പലിശയുടെ പ്രശ്നമൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അതൊന്നും വരുന്നില്ല. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഏറ്റവും സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ ബില്ലുള്ള സാധനമാണ്, പേടിക്കേണ്ട എല്ലാം കൊടുത്ത്. അപ്പോൾ 1 ലക്ഷത്തിലേക്ക് ഒരു പവൻ കടന്നാലും വാങ്ങാൻ തയ്യാറായി ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും എന്ന് പറയാക്കില്ല. എന്നാലും കുറയും, വാങ്ങിക്കുന്ന പവൻ കുറയും, അത്രയേ ഉള്ളൂ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന എമൗണ്ട് കറക്റ്റ് ആണെങ്കിലും ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. വാങ്ങിക്കാൻ കഴിയും, നമ്മുടെ കപ്പാസിറ്റി തന്നെ വാങ്ങിക്കാൻ കഴിയുള്ളൂ.
പക്ഷെ വാങ്ങിക്കുന്ന അസറ്റിന് പിന്നെ വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടാവും. സ്വർണം എന്നും ആൾക്കാർ ആവശ്യക്കാരുണ്ടാവും സ്വർണത്തിന്. പിന്നെ സ്വർണ്ണം എന്തായാലും ഒരു ഫിക്സഡ് അസറ്റ്സ് അല്ലേ, ഒരിക്കലുണ്ടോ ഒരു എന്ത് പർച്ചേസ് ചെയ്യാനായിരുന്നു വന്നത്? ഞങ്ങളൊരു വള എക്സ്ചേഞ്ച് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ സ്വർണ്ണവില ഒരു പവന് 75,000 രൂപയോളം കൂടിയിരിക്കുന്നു. എന്നിട്ടും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? താല്പര്യം ഉണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മുടെ ആവശ്യമാണല്ലോ. അപ്പോൾ സ്വർണ്ണവില 75,000 3/4 ലക്ഷമായി, ഇനി ഒരു പക്ഷേ 1 ലക്ഷത്തിലേക്ക് വരെ കടന്നേക്കാം. അപ്പോഴും സ്വർണം വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ട്? അങ്ങനെയൊന്നുമില്ല, നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങും, അത്രേ ഉള്ളൂ. സ്വർണം കൂടുതലും ജ്വല്ലറി ആയിട്ടാണോ കണക്കാക്കുന്ന, ഒരു അസറ്റായിട്ടാണോ, അതോ രണ്ടുമായിട്ടാണോ? രണ്ടും അസറ്റൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിനുള്ള യൂസ്. അപ്പോൾ ഇപ്പോൾ വിവാഹ സീസണൊക്കെ വരാണല്ലോ, അപ്പോൾ വിവാഹ ആവശ്യത്തിന് സ്വർണം വാങ്ങുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടുള്ളൊരു തുകയായിട്ട് മാറിയിരിക്കുകയല്ലേ? തീർച്ചയായും അതെ. എന്നാലും സ്വർണം വാങ്ങാനാണ് പറയുന്നത്. അങ്ങനെ സ്വർണം വാങ്ങണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഓരോരുത്തർ ആവശ്യത്തിന് അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി മേടിക്കും, അത്രേ ഉള്ളൂ. ചേച്ചിക്ക് എന്ത് തോന്നുന്നു, സ്വർണത്തിൻ്റെ റേറ്റ് കൂടുമ്പോഴത്തേക്കും സ്വർണം ആൾക്കാർ വാങ്ങാതാവുന്ന ഒരു സ്ഥിതി വരുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഏത് കാലത്തും ആൾക്കാർ സ്വർണം വാങ്ങും. വാങ്ങും. 1 ലക്ഷത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത്യാവശ്യക്കാർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, എടുക്കാതിരിക്കാനോ എന്തെങ്കിലും മാറുക അങ്ങനെയൊക്കെ ആണെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത്യാവശ്യമുള്ളവർ മേടിക്കുക തന്നെ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു ഇപ്പോൾ എത്ര കൊടുത്ത് മേടിച്ചാലും അതൊരു മൂല്യമാണെങ്കിൽ ആണെന്ന് വിചാരിക്കുന്നവരത് തന്നെ. ഇപ്പോൾ വിവാഹ സീസണാണല്ലോ, വിവാഹ ആവശ്യത്തിന് വാങ്ങുന്നവർക്ക് ഇതൊരു താങ്ങാവുന്നതിനപ്പുറമായിട്ടൊരു റേറ്റ് ആയിട്ട് മാറിയിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും ആവശ്യത്തിന് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ഇതാണ്. അപ്പം സാധാരണക്കാരെ കുറിച്ച് നമ്മളിപ്പോൾ അവർക്കിപ്പോൾ അത് എത്ര കൂടിയാലും ഒരു വിഷയമല്ലല്ലോ. സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റത്തില്ല, ഇപ്പോൾ വിവാഹ പർച്ചേസ് ആണെങ്കിൽ പോലും കൂടെ. സ്വർണ്ണവില കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കുറയുന്നൊക്കെ ഇങ്ങനെ പറയണതല്ലാണ്ട് പറയുന്നതനുസരിച്ച് കൂടുകയേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ സ്വർണം വിൽക്കാനും ഒരു നല്ല സമയമല്ലേ കൂടി നിൽക്കുന്നതുകൊണ്ട്? കുറഞ്ഞ വിലയ്ക്ക് മേടിച്ച സ്വർണം വിൽക്കാൻ നല്ലൊരു സമയമാണ്. അപ്പം അതിപ്പോൾ എത്രയാണേലും അതിൽ കുറവ് വരുന്നതനുസരിച്ചാണെങ്കിലും അവർ അന്ന് മേടിച്ച വിലയ്ക്ക് ഇന്ന് അവർക്കത് കൊടുക്കുമ്പോൾ മെച്ചമാണ്. അപ്പോൾ 1 ലക്ഷം രൂപ കടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ സ്വർണം? ഈ കണക്കിനുമായ 1 ലക്ഷം കിടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉണ്ട്. എന്നാലും വാങ്ങും? 1 ലക്ഷം ആയ സ്വർണം വാങ്ങും? ഇല്ല ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്ത് പോവാം. അപ്പോൾ സ്വർണം വാങ്ങണ്ടെന്ന് വെക്കും? വെക്കും. അതാണ്. അതേ ഉള്ളൂ. അപ്പോൾ ഈ സ്വർണം അസറ്റായിട്ട് വാങ്ങുന്നവർക്ക് ഇപ്പോൾ വിൽക്കാനൊക്കെ നല്ല സമയമല്ലേ? അതെ. ഇപ്പം നേരത്തെ വാങ്ങിച്ചവർക്ക് ഇപ്പം കൊടുക്കാൻ നല്ല സമയമാണ്. അമ്മ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സ്വർണ്ണവില കുറഞ്ഞിരുന്ന സമയം എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? അത് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. എൻ്റെ കല്യാണ സമയത്ത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, 3200 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഡിപ്പെൻസ് അപ്പോൺ ദി പേഴ്സൺ ആയിരിക്കും. എന്തായാലും ചിലർക്ക് ഗോൾഡിനോട് അത്ര താല്പര്യം ഉണ്ടാവില്ല, ചിലപ്പം ചിലർ ട്രഡീഷണൽ ആ ഒരു ഔട്ട്ലുക്കിൽ ആ ഒരു ഇത് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പം അത് ഓരോ പേഴ്സണനുസരിച്ചിരിക്കും മേടിക്കുന്നതും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾ സ്വർണത്തിനോട് അത്ര താല്പര്യമില്ലാത്തതാണോ താല്പര്യമുണ്ടെന്നാണോ തോന്നിയിട്ടുള്ളത്? തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷൻ അധികം അങ്ങനെ താല്പര്യമില്ല ഗോൾഡിനോട്. താല്പര്യമുള്ളവരുണ്ട്, എന്നാൽ പോലും ഒരു 50% എബവ് താല്പര്യം ഇല്ലാത്തവരാണ്, അങ്ങനെ യൂസ് ചെയ്യുന്നില്ല എല്ലാവരും. സ്വർണ്ണം ഉപയോഗിക്കാൻ ഇഷ്ടമാണോ? കുഴപ്പമില്ല, എന്നാലും ഒരിത്